വെൽക്കം ബാക്ക് എവരി വൺ. ജനറേറ്റീവ് എ കുറിച്ചാണ് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡലിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും മെഷീൻ ലേണിങ്ങിനെ കുറിച്ചും പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡൽ. സോ എന്താണ് ലാർജ് ലാംഗ്വേജ് മോഡൽ? ഹ്യൂമൻ ലാംഗ്വേജ് മനസ്സിലാക്കുന്നതിനും ജനറേറ്റ് ചെയ്യുന്നതിനും മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനും കഴിവുള്ള ഒരു AI മോഡലാണ് LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡൽ. ലാസ്റ്റ് വീഡിയോയിൽ ജനറേറ്റീവ് AI കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന മോഡൽസിനെ കുറിച്ചും ഓഡിയോ ജനറേറ്റ് ചെയ്യുന്ന മോഡൽസിനെ കുറിച്ചും അതുപോലെ വീഡിയോ ജനറേറ്റ് ചെയ്യുന്ന മോഡൽസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാൽ LLM ടെക്സ്റ്റ് മാത്രമേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഓൺലി ഡീൽസ് വിത്ത് ദി ടെക്സ്റ്റ്. അതുകൊണ്ടാണ് ഇതിനെ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത്. സോ ബേസിക്കലി ദി മോഡൽ ഡീൽസ് വിത്ത് ദി ഹ്യൂമൻ ലാംഗ്വേജ് വിച്ച് ബേസിക്കലി ദി ടെക്സ്റ്റ് കോണ്ടന്റ്. കറൻ്റ്ലി വളരെ പോപ്പുലർ ആയിട്ടുള്ള LLMs ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് OpenAI ഡെവലപ്പ് ചെയ്ത GPT മോഡൽസ്. GPT മോഡൽസ് ആണ് ChatGPTയിൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു LLM മോഡലാണ് BERT ഡെവലപ്ഡ് ബൈ ഗൂഗിൾ. മറ്റൊരു LLM ആണ് ലാമ ഡെവലപ്ഡ് ബൈ മെറ്റ. നമുക്കറിയാം ChatGPT യൂസ് ചെയ്തുകൊണ്ട് essay റൈറ്റ് ചെയ്യുവാൻ സാധിക്കും, പോയട്രി എഴുതുവാൻ സാധിക്കും, സോഷ്യൽ മീഡിയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും, അതുപോലെ കോഡ് ജനറേറ്റ് ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ പലതരത്തിലുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും. ഇങ്ങനെ ChatGPT യൂസ് ചെയ്ത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുവാനും അതിൻ്റെ മീനിങ് മനസ്സിലാക്കുവാനും ഈ മോഡലിന് സാധിക്കുന്നു. സോ റിലവൻ്റ് ആയിട്ടുള്ള കണ്ടൻ്റ് ആയിരിക്കും ആൻസറായി കിട്ടുന്നത്. ഇങ്ങനെയുള്ള LLM മോഡൽസ് ബിൽഡ് ചെയ്യുന്നത് ഡീപ്പ് ലേണിംഗ് യൂസ് ചെയ്താണ്. അതുപോലെ ലാർജ് ഡേറ്റാ സെറ്റ്സ് യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിക്കുന്നു. ഇവിടെ ഡേറ്റാ സെറ്റ്സ് എന്നത് ടെക്സ്റ്റ് ആണ്. ബുക്സ്, വെബ്സൈറ്റ്സ്, റിസർച്ച് പേപ്പേഴ്സ്, അതുപോലെ മറ്റ് പബ്ലിക് കണ്ടൻറ്റ്, ഇങ്ങനെയുള്ള ഡേറ്റ യൂസ് ചെയ്താണ് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. ഇനി ഒരു LLM മോഡലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ലാർജ് സ്കെയിൽ. LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡൽ എന്ന ടേമിൽ ലാർജ് എന്ന ടേമിന് വളരെ പ്രസക്തിയുണ്ട്. ഇവിടെ ബില്യൺസ് അല്ലെങ്കിൽ ട്രില്യൺസ് ഓഫ് ടെക്സ്റ്റ് ഡേറ്റ യൂസ് ചെയ്താണ് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ ട്രില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തും മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്. ഇവിടെ നമുക്കൊരു ഡൗട്ട് ഉണ്ടാകാം, എന്താണ് പാരാമീറ്റേഴ്സ് എന്നുള്ളത്. പാരാമീറ്റേഴ്സ് എന്നത് മോഡലിൻ്റെ ഒരു ഇൻറ്റേർണൽ വേരിയബിൾ ആണ്. ട്രെയിനിങ് പ്രോസസ്സിൽ മോഡൽ ലേൺ ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് ഓർ വെയ്റ്റ്സ് ആണ് പാരാമീറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, ഒരു മെഷീനെ ഒരു ഗെയിം ലേൺ ചെയ്യുവാൻ പഠിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കുക. ഗെയിമിലെ എല്ലാ റൂൾസ് ആൻഡ് മൂവ്സ് മെഷീനെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. ഇങ്ങനെയുള്ള റൂൾസ് ആണ് ഇവിടെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. മറ്റൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, ഒരു LLM മോഡൽ ഒരു സെൻറ്റൻസിലെ ലാസ്റ്റ് വേർഡ് പ്രിഡിക്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ദി സൺ ഈസ് ഡാഷ്. ഇവിടെ ലാസ്റ്റ് വരുന്ന വേർഡ് ഏതാണ് എന്ന് പ്രിഡിക്റ്റ് ചെയ്യണം. ഇവിടെ പോസിബിൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ബ്രൈറ്റ്, ഹോട്ട്, യെല്ലോ എന്നീ വേർഡ്സ് ആണ്. ഇവിടെ മോഡൽ പ്രിഡിക്റ്റ് ചെയ്യുന്നത് പാരാമീറ്റേഴ്സ് യൂസ് ചെയ്താണ്. ഈ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് നെക്സ്റ്റ് വരുന്ന വേർഡ് ഏതാണെന്ന് മോഡൽ ഡിസൈഡ് ചെയ്യുന്നു. ഈ പാരാമീറ്റേഴ്സ് യൂസ് ചെയ്ത് വേർഡ്സ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുന്നു. ഫോർ എക്സാമ്പിൾ, സൺ എന്ന വേർഡും ബ്രൈറ്റ് എന്ന വേർഡും തമ്മിൽ 0.9 ആണ് റിലേഷൻ എന്ന് വിചാരിക്കുക. അതുപോലെ സൺ ആൻഡ് ഹോട്ട് 0.7, അതുപോലെ സൺ ആൻഡ് യെല്ലോ ഈ വേർഡ് തമ്മിലുള്ള റിലേഷൻ 0.4 ആണെന്നും കരുതുക. ഇവിടെ സൺ എന്ന വേർഡും ബ്രൈറ്റ് എന്ന വേർഡും തമ്മിലാണ് ഏറ്റവും കൂടുതൽ റിലേഷൻ ഉള്ളത്. സോ മോഡൽ ആ ഒരു വേർഡ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് പാരാമീറ്റേഴ്സ് മോഡലിൻ്റെ പ്രഡിക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ബില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് പാരാമീറ്റേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ChatGPT 3ൽ 175 ബില്യൺ പാരാമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പാരാമീറ്റേഴ്സിൻ്റെ വോളിയം കൂടുന്നതനുസരിച്ച് അത്രയും എഫക്റ്റീവ് ആയിരിക്കും ഔട്ട്പുട്ടും. സോ പാരാമീറ്റേഴ്സ് വളരെ ക്രൂഷ്യലാണ്. ബിക്കോസ് വേർഡ്സ്, സെൻറ്റൻസ്, കോണ്ടെക്സ്റ്റ് ഇവ തമ്മിലുള്ള റിലേഷൻ ലേൺ ചെയ്യുവാൻ മോഡലിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പാരാമീറ്റേഴ്സ് ആണ്. സെക്കൻഡ് വൺ, ലാർജ് എമൗണ്ട് ഓഫ് ഡൈവേഴ്സ് ഡേറ്റ. പാരാമീറ്റേഴ്സ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയും ട്രെയിനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഈ ഡേറ്റ എന്ന് പറയുന്നത് ബുക്സ്, ആർട്ടിക്കിൾ, വെബ്സൈറ്റ്സ് അങ്ങനെ പലതരത്തിലുള്ള ടെക്സ്റ്റ് കണ്ടൻറ്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള ലാർജ് ആൻഡ് ഡൈവേഴ്സ് ഡേറ്റ യൂസ് ചെയ്ത് മോഡലിനെ ട്രെയിൻ ചെയ്യിക്കുന്നു. തേർഡ് വൺ, ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ. ChatGPT പോലുള്ള മോസ്റ്റ് മോഡേൺ LLMs യൂസ് ചെയ്യുന്നത് ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറാണ്. ഈ ആർക്കിടെക്ചർ യൂസ് ചെയ്തുകൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് ലോങ്ങർ ടെക്സ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. സോ ബേസിക്കലി വലിയൊരു സെൻറ്റൻസിനെ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യുവാനും വേർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുവാനും സാധിക്കും. സെൽഫ് അറ്റൻഷൻ എന്നൊരു മെക്കാനിസമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ജനറലൈസേഷൻ അക്രോസ് ടാസ്ക്. ലാർജ് ലാംഗ്വേജ് മോഡൽസിന് മൾട്ടിപ്പിൾ ടാസ്ക് ജനറലൈസ് ചെയ്യുവാൻ സാധിക്കും വിത്തൗട്ട് ടാസ്ക് സ്പെസിഫിക് ട്രെയിനിങ്. സോ അവയ്ക്ക് പുതിയ ടാസ്കിലേക്ക് വളരെ കുറച്ച് എക്സാമ്പിൾസിലൂടെ പെർഫോം ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളും ഇല്ലാതെ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കും. ഇതിനെ
ഫ്യൂ ഷോട്ട് ലേണിംഗ് എന്നും സീറോ ഷോട്ട് ലേണിംഗ് എന്നും പറയുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു മോഡലിന് ഫസ്റ്റ് ഒരു സ്റ്റോറി റൈറ്റ് ചെയ്യാൻ പറയുന്നു. ദെൻ ആ മോഡൽ സ്റ്റോറി ജനറേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു മാത്ത് പ്രോബ്ലം കൊടുക്കുന്നു, അതും മോഡൽ സോൾവ് ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പ്രോംപ്റ്റ് കൊടുക്കുന്നു. ദെൻ മോഡൽ ആ ഒരു പൈത്തൺ സ്ക്രിപ്റ്റും ജനറേറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെ മോഡൽ മൾട്ടിപ്പിൾ ടാസ്ക് അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റിലേക്ക് സ്വിച്ച് ചെയ്യുകയും അതനുസരിച്ച് ഔട്ട്പുട്ട് തരികയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, കോണ്ടെക്സ്റ്റുവൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ സെൽഫ് അറ്റൻഷൻ മെക്കാനിസം. സെൽഫ് അറ്റൻഷൻ മെക്കാനിസം എന്ന് പറയുന്നത് ഒരു സെൻറ്റൻസ് നമ്മൾ ഇൻപുട്ടായി കൊടുക്കുകയാണെങ്കിൽ വേർഡ്സ് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കുകയും കറണ്ട് കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്താണ് സെൻറ്റൻസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് മോഡൽ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, 3 വേർഡ്സ് നമുക്ക് എടുക്കാം. ബാങ്ക്, റിവർ ബാങ്ക്, ഫൈനാൻഷ്യൽ ബാങ്ക്. ഇവിടെ ബാങ്ക് എന്ന വേർഡ് ഡിഫറൻറ്റ് സെൻറ്റൻസിൽ ഡിഫറൻറ്റ് കോണ്ടെക്സ്റ്റ് ആണ് തരുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ മോഡലിന് സാധിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന് സെൽഫ് അറ്റൻഷൻ മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് LLMൻ്റെ സവിശേഷതകൾ. സോ അഗെയിൻ, LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡലിനെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലാർജ് എന്നത് ലാർജ് കണ്ടൻറ്റ് ആൻഡ് പാരാമീറ്റേഴ്സ് ആണ്. ലാംഗ്വേജ് എന്നത് ഹ്യൂമൻ ലാംഗ്വേജ് അഥവാ ടെക്സ്റ്റ് ആണ്. മോഡൽ എന്നത് AI മോഡലാണ്. ഇനി LLMൻ്റെ ചില യൂസ് കേസസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ചാറ്റ് ബോട്ട്സ് ആൻഡ് വെർച്വൽ അസിസ്റ്റൻറ്റ്. ഇവയ്ക്ക് എക്സാമ്പിളാണ് ചാറ്റ് GPT, അലക്സ എന്നിവ. ഇവ LLM ആണ് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കണ്ടൻറ് ജനറേഷൻ. LLMs യൂസ് ചെയ്ത് കണ്ടൻറ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. സോഷ്യൽ മീഡിയ പോസ്റ്റ്, പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഫോർ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോംസ്, അങ്ങനെ പലതരത്തിലുള്ള കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ്, ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ, മൈക്രോസോഫ്റ്റ് ട്രാൻസ്ലേറ്റർ എന്നിവ യൂസ് ചെയ്തുകൊണ്ട് ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ നടത്തുവാൻ സാധിക്കുന്നു. LLMs ആണ് ഇവയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. ദെൻ കോഡ് ജനറേഷൻ. കോഡ് റൈറ്റ് ചെയ്യുന്നതിനും സജഷൻസ് തരുന്നതിനും കോഡ് സ്നിപ്പറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിനും ഇവൻ ബഗ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും LLMs യൂസ് ചെയ്യാറുണ്ട്. ഇവയ്ക്ക് എക്സാമ്പിളാണ് ഗിറ്റ്ഹബ് കോപൈലറ്റ്. സോ ഇതൊക്കെയാണ് LLMസിൻ്റെ യൂസ് കേസസ്. LLM മനസ്സിലാക്കുന്നതിന് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു സ്റ്റുഡൻറ്റ് എങ്ങനെയാണോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേൺ ചെയ്യുന്നത് ഫ്രം സ്ക്രാച്ച്, എങ്ങനെയാണോ ലേൺ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് LLM. ഇവിടെ സ്റ്റുഡൻറ്റ് പലതരത്തിലുള്ള ബുക്സ് റീഡ് ചെയ്യുന്നതിലൂടെയും കോൺവെർസേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയും ഇംഗ്ലീഷ് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുവാനും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുവാനും സാധിക്കും. അതുപോലെ തന്നെയാണ് LLMs മാസീവ് എമൗണ്ട് ഓഫ് ഡേറ്റ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിക്കുകയും ഹ്യൂമൻ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുവാനും ജനറേറ്റ് ചെയ്യുവാനും സാധിക്കും. LLMനെ കുറിച്ചും അവയുടെ ബേസിക് കൺസെപ്റ്റിനെ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്തത്. ഇവയെക്കുറിച്ചൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. കൂടുതൽ AI റിലേറ്റഡ് ടോപ്പിക്സ് അപ്കമിംഗ് വീഡിയോസിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. വീഡിയോസ് ഹെൽപ്ഫുൾ ആണെങ്കിൽ please support my channel. So that's all about today's video. Thank you for watching and see you in the next video. Bye.